നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപ്പന്നമാണ് ഏലക്കായ്. നമുക്കറിയാം, നല്ലൊരു വിളയാണ് ഏലക്ക. ഒരു വർഷത്തിൽ ഒരു 6-7 പ്രാവശ്യം ആദായം തരുന്ന ഒരു വിള. സാമാന്യം ഭേദപ്പെട്ട നിലയിലുള്ള 1000 മേലെ വില തരുന്ന ഒരു വിള, ഒരു ഉൽപ്പന്നം. ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയും വേനൽക്കാലത്ത് വെള്ളമൊഴിക്കുകയും മഴക്കാലമാകുമ്പോൾ കൂടുതൽ പടിഞ്ഞാറൻ കാറ്റ് അടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഏലകൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് ധാരാളമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതുപോലുള്ള ഏലകൃഷി കാണാനില്ല. കാരണം കേടുപാടുകളും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം ഏലകൃഷിയെ ശരിയായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ കൃഷി വളരെ അപൂർവമായി മാത്രമേ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഈ കൃഷി ഇതുപോലെ തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം. 3 കൊല്ലം മുൻപ് ഇതുപോലെ കായുണ്ടായിരുന്ന ഒരു ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളീ കാണുന്നത്. ഈ ചെടിക്ക് വേനൽക്ക് ഉണക്ക് പറ്റി, അതുപോലെ മഴക്കാലത്ത് കാര്യമായ രീതിയിൽ ആരോഗ്യമുള്ള തട്ടകളും ഉണ്ടായില്ല. അതാണ് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ 2 ഇല 4 ഇല, ഇപ്പോൾ 5ാമത്തെ ഇലയാണിത്. 2 ഇല 4 ഇല 5ാമത്തെ ഇലയാണിത്. ഇതൊരു 10 ഇലയാകുമ്പോൾ ഈ ചെമ്പ് വള്ളി അടിക്കാൻ തുടങ്ങും. വള്ളി അടിക്കാൻ തുടങ്ങി ഇതിൻ്റെ കായ ഉണ്ടായാൽ മാത്രമേ ഈ കൊല്ലം എന്തെങ്കിലും ഒരല്പം കായ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ കിടക്കുന്ന കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂത്തുപോയ വള്ളിയിൽ കാര്യമായിട്ട്, ഇതൊക്കെ മൂത്തുപോയ വള്ളിയിൽ കാര്യമായിട്ട് കായൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേ സമയത്ത് ഇത് ഇളവള്ളിയാണ്. ഈ ഇളവള്ളിയിലും എന്തോ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം ശരിക്കും കായ ഉണ്ടാകുന്നില്ല. ഇടാൻ പറ്റത്തില്ല. മറ്റേ തെങ്ങി വള്ളിയുണ്ടാകും. തെങ്ങി വള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വള്ളിയിൽ സമൃദ്ധിയായിട്ട് കാ പിടിക്കും. ഒരു കൊത്തയിൽ ഇതാണ് ഈ കൊത്തെന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതായി കൊത്തെന്ന് പറയുന്നത്. ഇതിലൊരു കാ പൊഴിഞ്ഞു പോയി, 2 കാ പൊഴിഞ്ഞു പോയി, 3 കാ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഈ 3 കാ പൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഇതിലിപ്പോൾ 5 കാ കാണേണ്ടതാണ്, ഒരു പിഞ്ചും. ഇങ്ങനെ ഈ ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്ന വെറും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. 10 ചോട് മുതൽ 100 ചോട് മുതൽ ഉള്ള കൃഷിക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവരൊക്കെ ദുർബല വിഭാഗത്തിൽപ്പെടുന്ന കൃഷിക്കാരാണ്. അവർക്ക് ഏലമല്ലാതെ വേറൊന്നുമില്ല. അവരുടെ ഏലകൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്, അവരുടെ ഏലകൃഷിയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. കൊടിയ വേനൽ മൂലം ഉണങ്ങിപ്പോയ ചെടികൾ പിഴുതു മാറ്റി പുതിയ ചെടികൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഉണക്ക് പറ്റിയ ചെടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ കാണുന്ന ചെടികളെ ഈ അടുത്ത പ്രദേശത്തുള്ളൂ. ഉണക്ക് പറ്റിയ ചെടികളാണ് മുഴുവൻ. വളരെ നന്നായി പരിപാലിക്കുന്നൊരു തോട്ടം ഇത്. ഈ തോട്ടത്തിലെ ചെടിയുടെ ഷേപ്പ് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും മറിഞ്ഞും ഒടിഞ്ഞും എല്ലാം നാശമായി കിടക്കുകയാണ്. ഈ തോട്ടത്തിൽ കുറച്ച് കായൊക്കെ ഉണ്ട്. പക്ഷേ ഈ കായ പിടിച്ചതേ ഉള്ളൂ. ഇനി കാ പിടിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഈ ചെടി മുഴുവൻ ഇവരെ കാറ്റ് പിടിച്ച് ഒടിച്ചു കളഞ്ഞില്ലേ. ഇതുണ്ടോ, കഴിഞ്ഞ വർഷമൊക്കെ നല്ല ആദായം കിട്ടിക്കൊണ്ടിരുന്ന ചെടികളായത്. ഈ കൊല്ലം ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ സ്ഥിതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ കായ ഉണ്ടാവുകയില്ല,
പഴയ കായ് ശരിക്കും മൂത്ത് കിട്ടുകയുമില്ല. നല്ലൊരു വിളവ് കിട്ടും എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഈ ചെടി കണ്ടോ, കഴിഞ്ഞ കൊല്ലം വളരെ ഭംഗിയായിട്ട് കായ്ച്ച ചെടിയാണ്. ആ ചെടിയെല്ലാം ഉണങ്ങിപ്പോയിട്ട് ഓരോ ചിമ്പിൽ നിന്നും ഉണ്ടായ ഓരോ കുഞ്ഞു തട്ടകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഈ ഏലകൃഷിയുടെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു തോട്ടത്തിലല്ല, ഒരു പറമ്പിലല്ല, സർവമാന പറമ്പിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇപ്പോൾ ഏലം എന്ന് പറയുന്ന ഈ വലിയ കൃഷി. എല്ലാ പറമ്പിലും അതെ, ഇതുകൊണ്ടില്ല അടുത്ത പറമ്പിൽ ഒരു പ്രതീക്ഷയും വേണ്ട. ഈ കൊല്ലം ഏലക്ക കൂടുതലായിട്ടുണ്ടാക്കാം എന്ന ഒരു പ്രതീക്ഷയും വേണ്ടാത്ത ഒരവസ്ഥയിലാണ് കൃഷിക്കാർ. ഇനി മരുന്നടിക്കണം, വളവിടണം, മറ്റ് ജോലികൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താലും പ്രയോജനകരമല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ ഏലത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടങ്ങളിലെല്ലാം ആടിമാസം 18-ാം തീയതി, അതായത് കർക്കിടക മാസം 18-ാം തീയതിയാണ് സാധാരണയായി ഏല എസ്റ്റേറ്റുകളിലും ചെറുകിട തോട്ടങ്ങളിലും അതുപോലെ പറമ്പുകളിലും എല്ലാം ചെയ്തിരിക്കുന്ന ഏലം കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിക്കുന്നത്. പക്ഷേ ഈ കൊല്ലം ഒന്നും തന്നെ ആരും തന്നെ ചെയ്തിട്ടില്ല. നന്നായി പരിപാലിക്കുന്ന ഈ തോട്ടത്തിൽ ഇത് കണ്ട ഈ ചെടിക്കും ശരിക്കും ഉണക്ക് പറ്റി. അതുപോലെ തന്നെ മഴ പെയ്ത് കാറ്റടിച്ച് ഈ ചെടികൾക്കെല്ലാം ക്ഷീണം സംഭവിച്ചു. നമ്മൾ പരിചയപ്പെട്ട തോട്ടങ്ങളിലെല്ലാം, നമ്മൾ പോയി കണ്ട തോട്ടങ്ങളിലെല്ലാം ഇതാണ് സ്ഥിതി. ഏലക്കായുടെ വിളവെടുപ്പ് ആരംഭിക്കാത്തത് മൂലം സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇതുവരെയും. അതുപോലെ സാമ്പത്തികമായ പരാധീനത ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഒരുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. വേനലായിരുന്നല്ലോ, അപ്പോൾ വേനലങ്ങോട്ട് രൂക്ഷമായി കഴിഞ്ഞപ്പോൾ ചെടി നനയ്ക്കാൻ സൗകര്യമില്ലാത്തവർക്കെല്ലാം ഉണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് 1, 2, 3, 4 ചിമ്പൊക്കെ ആയിട്ട് നിന്ന ചെടി മുഴുവൻ ഈ മൺസൂൺ കാലത്തെ കാറ്റടിച്ച് ഒടിഞ്ഞുപോയി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നിപ്പോൾ മഴക്കാലം വരുന്നത്, വേനൽക്കാലം വരുന്നത്. മഴക്കാലം വരുമ്പോൾ മഴ തന്നെ, ആ മഴയോടുകൂടിയ ഭയങ്കരമായ കാറ്റും. വേനൽക്കാലം വന്നാൽ അതിരൂക്ഷമായ വേനൽ, ജലം കിട്ടാക്കനിയാകുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു വർഷമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് മുതൽ ഇങ്ങോട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3-4 മാസങ്ങളായിട്ട് ഏലം മുഴുവൻ ഉണങ്ങിപ്പോയി. ഭയങ്കരമായ വരൾച്ചയായിരുന്നു. ആ ഉണങ്ങിപ്പോയ ഏലത്തിൻ്റെ 1-2 ചിമ്പുകളിൽ നിന്നും പൊട്ടി വന്ന തൈകളാണ് ഇപ്പം മിക്കവാറുമുള്ള എല്ലാ പറമ്പിലും. നമ്മുടെ പറമ്പിൽ ഇത് തന്നെ, നമ്മുടെ പറമ്പിൽ ഇത് തന്നെയാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇത് പുതിയ ചിമ്പ, ഇത് പഴയ ചിമ്പ്. പഴയ ചിമ്പിന് ജീവനില്ല. പഴയ ചിമ്പയിലാണ് ഈ കായും വള്ളിയും എല്ലാം കിടക്കുന്നത്. അപ്പോൾ ജീവനില്ലാത്ത ചിമ്പുകൾ എങ്ങനെ ഉണ്ടായി? വേനൽ കൊണ്ടുണ്ടായി. വേനലങ്ങ് തീർന്നു. സംരക്ഷണം, വേനൽക്ക് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചടങ്ങാണ്. ഒരു സാധാരണക്കാരെ കൊണ്ടോ, ഒരു അപ്രാണി, ഒരു കൃഷിക്കാരനെ കൊണ്ടോ കൂലി കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ വേനലങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മഴക്കാലമാണല്ലോ. മഴക്കാലത്ത് ആണല്ലോ ഈ ഏലത്തിൻ്റെ സീസൺ എന്ന് പറയുന്ന ജൂൺ മാസം മുതൽ. പക്ഷേ ഈ കൊല്ലം ജൂൺ മാസം മുതൽ അങ്ങോട്ട് സീസൺ ആരംഭിച്ചപ്പോൾ ഈ ഉണങ്ങിപ്പോയ ഏലത്തേൽ ചിമ്പുമില്ല, ശരവുമില്ല, കായുമില്ല, ഒന്നുമില്ല. കുറേ ചെറിയ ഈ സൂചി പോലുള്ള ചെറിയ ചിമ്പുകൾ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം, അത് മാത്രമേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും 1-2 ഈ തട്ടയൊക്കെ ഉണ്ട്, അതിൽ ഒരു കായ, അല്പമെങ്കിലും കായ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഈ മൺസൂൺ കാറ്റിൽ മൊത്തം അപ്പാട് ഒടിഞ്ഞു. ഇപ്പോൾ ഒടിഞ്ഞ് തകർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കടക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് ഈ ഏലത്തിനകത്തേക്ക് നമ്മൾ കയറിയാൽ. അപ്പോൾ ഒടിഞ്ഞു പോയി, ആദ്യം ഉണങ്ങിപ്പോയി. നമ്മളെന്താ ചെയ്യുന്നത്? ഇതാണ് ഇവിടുത്തെ ഏല കൃഷിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത്. വെറും 500 ചെടികളുള്ള ഒരു ചെറിയ ഏലത്തോട്ടമാണ്. വേനൽക്ക് വളരെ കഠിനമായ രീതിയിലുള്ള പരിശ്രമവും വളം ചെയ്തും വെള്ളമൊഴിക്കലും കൊണ്ട്
ഈ ചെടി അങ്ങോട്ട് സമൃദ്ധിയായിട്ട് വള്ളിയുണ്ടായി, കായുണ്ടായി, നല്ല പ്രതീക്ഷയുണ്ടായി. ആ ചെടി മുഴുവൻ ഈ കഴിഞ്ഞ കാറ്റടിച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലേ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഏലത്തോട്ടമാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് കഠിനമായ പരിശ്രമം നടത്തിയ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനമാണ് വേനലും മഴയും ഒക്കെ സമ്മാനിച്ചിട്ടുള്ളത്. കാണാം. നന്നായി ജോലി ചെയ്താൽ നല്ല വരുമാനവും നല്ല പ്രതീക്ഷയും നൽകുന്ന ഒരു കൃഷിയാണ് ഏലകൃഷി എന്ന് പറയുന്നത്. അതുപോലെ കഠിനമായ ജോലി ചെയ്ത് ഈ ഏലകൃഷി വളരെ ഭംഗിയായി പരിപാലിച്ചു വന്നപ്പോൾ ഉണ്ടായ കാലവർഷം കാറ്റടിച്ച് ആ കാറ്റിൽ തലങ്ങും വിലങ്ങും ഈ ചെടിയുടെ തട്ടകളെല്ലാം കാറ്റടിച്ച് ഒടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഇനി ഇതിനകത്തുനിന്നൊരു നല്ല പ്രതീക്ഷയോട് കൂടിയ ഒരു കൃഷിയുടെ ഫലം കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.